ജോബ്ലെസ് ആയ ഒരു യുവതിയുടെ സാറ്റർഡേ എങ്ങനെയായിരിക്കും എന്ന് കണ്ടാലോ? രാവിലെ തന്നെ കുപ്പികളൊക്കെ ഇട്ട് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഡാൻസ് പഠിക്കാൻ. എന്ത് ഡാൻസ്? ക്ലാസിക്കൽ ഡാൻസ്. ആരെങ്കിലും നമ്മളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരമായ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ വേണ്ടേ? എങ്കിൽ വെച്ചോണ്ടിരിക്കണ്ട, അങ്ങ് സാധിക്കുക. പ്രായമൊന്നും ഇതിന് പ്രശ്നമല്ല കേട്ടോ. എനിക്ക് എന്തോ കല്യാണം കഴിഞ്ഞ് 3 വർഷത്തോളം എടുത്ത് ഈ ആഗ്രഹം ഇനിഷ്യേറ്റ് ചെയ്യാൻ തന്നെ. പിന്നെ എൻ്റെ ഡാൻസിൻ്റെ തെറ്റുകുറ്റമൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ നൃത്തത്തിൻ്റെ മഹാസാഗരത്തിൽ മുട്ടിലെഴയുന്ന കുട്ടി മാത്രമാണിപ്പോൾ. സോ ഡോണ്ട് ട്രൈ ടു ജഡ്ജ് മീ, ഓക്കെ? പിന്നെ ഈ ഡാൻസ് പഠിക്കുന്നതിന് വയസ്സൊന്നും അത്ര കാര്യമൊന്നുമല്ല. ഞാൻ പഠിക്കുന്നിടത്ത് 60 വയസ്സിന് മണ്ടയ്ക്കുള്ള ആൾക്കാരും 1 മണിക്കൂറത്തെ നൃത്യങ്ങൾക്ക് ശേഷം ഞാൻ വീട്ടിലോട്ട് വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വീണ്ടും പുട്ടിയൊക്കെ വാരിപ്പൊത്തി നമ്മൾ പോവുകയാണ്. എവിടേക്കാ? ദുബായ്ക്ക്. ഏരിയ നിങ്ങൾക്ക് അറിയുമോ? ചക്കാർക്ക് എന്തായാലും അറിയാൻ വഴിയുണ്ട്. അതാണ് ജുബൈൽ ബസ് സ്റ്റേഷൻ. ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ട്രിപ്പിന് പോയപ്പോൾ എടുത്തത്. ഈ വട്ടം എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടില്ല, 3ാമത്തെ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് പഴയത് ഞാൻ ഇവിടെ ആഡ് ചെയ്യും. അതിവിദഗ്ധമായ ഡോറയുടെ പ്രയാണത്തിൽ സഡൻ ചെക്കിങ് ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് 3 വർഷത്തോളമായി. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ദുബൈ പോകുന്നത്. അതെ, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നനാടാ. പിന്നെ ഉറക്കമൊക്കെ പാസ്സാക്കി കഴിഞ്ഞ് ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയും ഞാനും എല്ലാം കൂടെ ജസ്റ്റ് അൽസീഫ് വരെ ഒന്ന് പോയി. അൽസീഫിൽ പോകുന്നത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ, പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടാവണം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാൻ തോന്നും. കാശില്ലെങ്കിലോ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് പോരും. അൽസീഫ് വളരെ പോപ്പുലറായ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത് യൂറോപ്യൻസ്, എമിറാത്തീസ് അവരൊക്കെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്. ആ വാട്ടർ സൈഡിൻ്റെ അപ്പുറത്ത് ദേരേവാണ്. ആ പോകുന്നതൊക്കെ അബ്ര കേട്ടോ. പിന്നെ പറഞ്ഞു വന്നത്, അൽസീഫിൽ പോയാൽ നമുക്ക് ഓൾഡ് ദുബൈയുടെ ഒരു കൾച്ചറും ഹെറിറ്റേജും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റും. അവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ അതേപോലെയാണ്. മേൽക്കുര മുള വെച്ചിട്ടും ഭിത്തിയൊക്കെ നമ്മുടെ ചിലയുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള വീടുകളില്ലേ, അതുപോലെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വൈകുന്നേരം പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം നല്ല പൊരിഞ്ഞ ചൂടാണ് ഇവിടെ. വൈകുന്നേരം നല്ല ക്ലൈമറ്റായി. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്പൈസസ്, തുണികൾ, ലൈറ്റ്സ്, പിന്നെ പ്രതിമകൾ, അതുപോലെ തന്നെ പെർഫ്യൂം, ഊത് ഇതൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും ഉണ്ട് അകത്ത്. അപ്പം ഭക്ഷണത്തിനും പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ ദുബൈയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഏതാണെന്നറിയോ? ലൈറ്റ് ഷോപ്പ് ഉണ്ടല്ലോ, അതാണെന്നറിയോ? പല നിറത്തിലും പല രൂപത്തിലുള്ള ലൈറ്റ്സ് നമുക്ക് അവിടെ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല പിക്ക് എടുക്കാനും പറ്റും. കാരണം ആ ലൈറ്റൊക്കെ ഇടുമല്ലോ. ഈ കാണുന്ന മരം എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയെങ്കിൽ പറയൂ. ഈ പൈപ്പ് കിടക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ തവണ വന്നപ്പം പല കളർ പൂവായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. അവരെന്തായാലും പാകിയിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള പൂവും. പിന്നെ ഞങ്ങൾ അബ്രയിൽ കയറി നേരെ ഗോൾഡ് സൂക്ക് പോകാൻ നോക്കി. ലോകത്തിലെ ഏറ്റവും വലിയ മോതിരമുള്ള സ്ഥലം അറിയാവോ? പക്ഷെ ആദ്യക്കുട്ടിന് പനി ആയതുകൊണ്ട് പ്ലാൻ ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ കടയിലോട്ട് കയറി പാനിപ്പൂരിയും ദഹിപ്പൂരിയും പാവ് ഭാജിയും മേടിച്ചു. പാവ് ഭാജി മേടിക്കാൻ പറഞ്ഞപ്പം ചേട്ടൻ പോയി വടാപ്പാവ് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ എല്ലാം നമ്മളങ്ങ് തീർത്തു. എനിക്ക് പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ശരി, എല്ലാം പറഞ്ഞ പോലെ ബൈ.